Question: show that v equal to 3x square y minus y cube is harmonic and find the corresponding analytic function f of z equal to u of xy plus iv of xy. അപ്പോൾ ഇവിടെ v ആണ് തന്നിട്ടുള്ളത്, അത് ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഹാർമോണിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇഫ് v is harmonic then dou square v by dou x square plus dou square v by dou y square equal to 0 ഇതായിരിക്കും. അപ്പോൾ വി ഹാർമോണിക് ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണം, അതായത് 2 പ്രാവശ്യം എക്സ് കൊണ്ടും 2 പ്രാവശ്യം വൈ കൊണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താ, 3 സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ എക്സ് സ്ക്വയറിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 3y ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 3 × 2xy 6xy. ഈ 6xyനെ വീണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. അപ്പോൾ 6y ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഇങ്ങനെ എഴുതാം. ഇനി വിനെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ വി ബൈ ഡോ വൈ ഇവിടെ 3x സ്ക്വയർ, വൈയുടെ ഡെറിവേറ്റീവ് 1, വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ. 3x സ്ക്വയർ × 1 മൈനസ് 3y സ്ക്വയർ ഈക്വൽ ടു ഇത് കിട്ടി. ഇനി ഇതിനെ ഒന്നും കൂടി വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 3x സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ഇവിടെ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y വരും. അപ്പോൾ 3 × 2y മൈനസ് 6y. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 6y മൈനസ് 6y 0 കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വി ഈസ് ഹാർമോണിക് എന്ന് പറയാം. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ വി ഹാർമോണിക്കാന്ന് പ്രൂവ് ചെയ്തിട്ട് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് അനലിറ്റിക് ഫംഗ്ഷൻ എന്നാണ് പറയുക. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ u + iv ആണ്. നമുക്ക് ഓൾറെഡി ഇവിടെ വി ഉണ്ട്, അപ്പോൾ ഇനി ഏത് കാണണം, u കാണണം. അപ്പോൾ യു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സി ആർ ഇക്വേഷൻ എഴുതാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. നമ്മുടെ അടുത്തിപ്പോൾ ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് അത് രണ്ടും കിട്ടും. അപ്പോൾ ഈ സി ആർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡോ യു ബൈ ഡോ എക്സിനെ എക്സ് കൊണ്ടും ഡോ യു ബൈ ഡോ വൈനെ വൈ കൊണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് 2 യു കിട്ടും. എന്നിട്ട് അതിനെ കമ്പയർ ചെയ്താൽ കറക്റ്റായിട്ടുള്ള യു നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ സി ആർ ഇക്വേഷൻ എടുക്കുക. ആദ്യത്തെ സി ആർ ഇക്വേഷൻ എന്താ, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഇവിടെ എഴുതാം ഡോ യു ബൈ, ആദ്യത്തെ സി ആർ ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. നമുക്കിവിടെ അറിയാം, നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ഡോ വി ബൈ ഡോ വൈ. ഡോ വി ബൈ ഡോ വൈ എന്താ, 3 സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ഇതങ്ങനെ അറിയാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്താ, 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. നമുക്ക് യു ആണ് കാണേണ്ടത്, വി തന്നിട്ടുണ്ട്. അപ്പോൾ യു കാണാനായിട്ട് ഇത് ഡെറിവേറ്റീവ് അല്ലേ, ഡെറിവേറ്റീവിൽ നിന്ന് യു കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് താഴെ ഈ എക്സ് അല്ലേ ഉള്ളത്, ഈ എക്സ് ഉണ്ടെങ്കിൽ ഡി എക്സ് വെച്ചാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3 വരും. ഇനി വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 3y സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ എ ഡി എക്സ് ഈക്വൽ ടു എ എക്സ് വരും. കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ് വരിക. അപ്പോൾ 3y സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 3y സ്ക്വയർ എക്സ് ആണ് വരിക. പ്ലസ് കോൺസ്റ്റൻറ്റിന് പകരം f1 ഓഫ് y എന്ന് എഴുതാം. എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് f1 ഓഫ് y ആണ്. അപ്പോൾ നമുക്കിവിടെ യു കിട്ടി. യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് f1 ഓഫ് y. അപ്പോൾ ഇതൊരു നമുക്ക് ഒരു യു കൂടി കണ്ടുപിടിക്കണം അടുത്ത സി ആർ ഇക്വേഷൻ വെച്ചിട്ട്. എന്നിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കറക്റ്റായിട്ടുള്ള യു ഫോം ചെയ്യുക. അടുത്ത സി ആർ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇവിടെ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഡോ വി ബൈ ഡോ വൈ ആണ്, ഡോ വി ബൈ ഡോ എക്സ് ആണ് 6xy. അപ്പോൾ ഇവിടെ ഡോ വി ബൈ ഡോ എക്സ് 6xy ആണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്, അത് മൈനസ് 6xy. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് 6xy കിട്ടി. ഇനി ഇതിനെ യുവിനെ ഏത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇവിടെ വൈ അല്ലേ, വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ സ്ക്വയർ ബൈ 2 ആണ് വൈയുടെ ഇൻ്റഗ്രേഷൻ. മൈനസ് 6y ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏതാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക, ഫംഗ്ഷനായിട്ട് f2 ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ യു കിട്ടി. ഇനി കമ്പയർ ചെയ്യണം 3ഉം 4ഉം. ആദ്യത്തെ യുവും ഇപ്പോൾ കിട്ടിയ യുവും നമ്മൾ കമ്പയർ ചെയ്യണം. ആദ്യത്തെ യു നേരെ എഴുതാം, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ എക്സ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഈ f1 ഓഫ് y എഴുതണ്ട. അപ്പോൾ നമുക്ക് കിട്ടിയതെന്താ, അങ്ങനെ എഴുതി എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ. ഇനി അടുത്ത യുവിൽ നിന്ന്
ഇതിലില്ലാത്ത ടേം ഉണ്ടെങ്കിൽ എഴുതാം. പക്ഷേ ഓൾറെഡി -3xy² ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറൊന്നും എഴുതണ്ട. +c ഇത്രയാണ് എഴുതുന്നത്. 2 യുവും എടുക്കുക. 2 യുന്ന് ആദ്യത്തെ യുവിൽ ആ ഫങ്ഷൻ എഴുതാതെ ബാക്കിയെല്ലാം എഴുതാം. അടുത്തേന്ന് അടുത്ത യുന്ന് -3xy² ആണ് ഇവിടെ വന്നത്. അത് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ട, +c എഴുതാം. ഇനി നമുക്ക് കാണുന്നത് f(z) ആണ്. ഹാർമോണിക് കോൺജുഗേറ്റ് കാണാൻ പറഞ്ഞാൽ ഇത്രയും വരെ കണ്ടാൽ മതി കേട്ടോ. ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് v എന്ന് പറഞ്ഞാൽ u ആണ്. ഇത്രയും വരെ കണ്ടാൽ മതി. പക്ഷേ നമുക്ക് f(z) u+iv കാണണം. അപ്പോൾ ഇവിടെ u x³ - 3xy² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. +c ഉണ്ട്, +i × v ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതും എഴുതി. ഇനി ഇതിങ്ങനെ എഴുതാം. ഇത് x+iy³ എക്സ്പാൻഡ് എഴുതാൻ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ x+iy³ എന്ന് എഴുതാം. x+iy എന്ന് വെച്ചാൽ z ആണ്, z³ നോട്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ. x+iy³ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യേണ്ടത്.